നിങ്ങളുടെ കയ്യിൽ ഒരാൾ ഒരു 9 വോൾട്ട് ബാറ്ററിയും 2 LED ബൾബുകളും ഒരു സ്വിച്ചും ബാറ്ററി ക്ലിപ്പും തന്നുകൊണ്ട് ഈ ബൾബുകൾ ബാറ്ററിയുമായി കണക്ട് ചെയ്ത് പ്രകാശിപ്പിക്കാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം നമുക്ക് ഒരു LED എടുക്കാം. സാധാരണയായി ഇത്തരം LEDകൾ പ്രവർത്തിക്കുന്നത് 1.8 വോൾട്ടിനും 3.3 വോൾട്ടിനും ഇടയിലായിട്ടാണ്. ഇത് ഓരോ കളറിനും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കാം. 3 വോൾട്ടിന് മുകളിൽ കൊടുക്കുന്നത് ഇത്തരം LEDകളുടെ ആയുസ് കുറയാൻ കാരണമാകാറുണ്ട്. എന്നാൽ ചില പ്രത്യേക മോഡലുകൾ പ്രകാശിക്കാൻ 3 വോൾട്ടിൽ കൂടുതലായും ആവശ്യമായിട്ട് വരാറുണ്ട്. ഇനി നമ്മുടെ ഈ കയ്യിലുള്ള ഈ LED ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ഇതിൻ്റെ ഒരു കാല് വലുതും ഒരു കാല് ചെറുതുമായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഇതെന്തെന്ന് വെച്ചാൽ LEDയുടെ ഈ വലിയ കാലുണ്ടല്ലോ, ഇത് പോസിറ്റീവായിട്ടും ചെറിയ കാല് നെഗറ്റീവുമായിട്ടുമാണ് സൂചിപ്പിക്കുന്നത്. ഇതിപ്പോൾ നമ്മളൊരു ബാറ്ററിയുമായി കണക്ട് ചെയ്യുകയാണെങ്കിൽ LEDയുടെ പോസിറ്റീവ് കാല്, നീളം കൂടിയ കാല് ബാറ്ററിയുടെ പോസിറ്റീവ് പോയിന്റിലേക്കും, അതുപോലെ LEDയുടെ നീളം കുറഞ്ഞ കാല് ബാറ്ററിയുടെ നെഗറ്റീവ് പോയിന്റിലേക്കും വരുന്ന രീതിയിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ LED പ്രകാശിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ LED കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഈ ഒരു LEDയുടെ മാക്സിമം വോൾട്ട് 3 വോൾട്ട് ആയതിനാൽ ഇത് ഒരു 9 വോൾട്ട് ബാറ്ററിയുമായി ഡയറക്റ്റ് കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ഇതിനായി ഞാൻ മറ്റൊരു LED ആണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് വെച്ച് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. LED ബാറ്ററിയുമായി ഡയറക്റ്റ് കണക്ട് ചെയ്തപ്പോൾ വെളിച്ചം കൂടി വന്നുകൊണ്ട് പെട്ടെന്ന് അത് കുറഞ്ഞു പോകുന്നതായിട്ട് കണ്ടു. അതിനുശേഷം ഒരു പുകയോ ഇന്ന് പോയി. ഇപ്പോൾ ഏകദേശം LEDയുടെ കാര്യം തീരുമാനമായിട്ടുണ്ട്. ഇതായിരിക്കും നമ്മൾ LED ബാറ്ററിയുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ഇപ്പോൾ ഇത്തരം LEDകൾ ബാറ്ററിയുമായിട്ട് ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ LED കംപ്ലൈൻ്റ് ആവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതിനായിട്ട് നമ്മളെ സഹായിക്കാൻ ഒരാളുണ്ട്, അതാണ് റെസിസ്റ്റർ. അപ്പോൾ നമുക്ക് ഈ ബാറ്ററിയും ക്ലിപ്പും LED ഒക്കെ തന്ന ആളോട് പറയണം, ഒരു റെസിസ്റ്റർ കൂടി നമുക്ക് വേണം, എങ്കിലേ ഇത് കണക്ട് ചെയ്യാൻ സാധിക്കുമെന്ന്. എന്തിനാണ് റെസിസ്റ്റർ ഉപയോഗിക്കുന്നത്? വൈദ്യുത പ്രവാഹത്തിനെതിരെ ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് റെസിസ്റ്ററുകൾ ഉപയോഗിക്കുന്നത്. ഇത് ഓരോ റെസിസ്റ്ററിൻ്റെ വാല്യൂവിനനുസരിച്ച് വ്യത്യസ്ത അളവിലായിരിക്കും ഇതിൻ്റെ പ്രതിരോധത്തിൽ മാറ്റം ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് ഈ 2 LEDകൾ ബാറ്ററിയുമായിട്ട് ഈ റെസിസ്റ്റർ ഉപയോഗിച്ച് കണക്ട് ചെയ്യാൻ 2 രീതികളുണ്ട്. ഒന്ന് സീരീസ് രീതിയും മറ്റൊന്ന് പാരലൽ രീതിയും. ഒരു LEDയുടെ മറ്റൊരു അഗ്രത്ത് മറ്റൊരു LED വെച്ചുകൊണ്ട് ഒരു ചങ്ങല പോലെ കണക്ട് ചെയ്യുന്നതാണ് സീരീസ് രീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സീരീസ് രീതിയിൽ LEDയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 470 ഓംസിൻ്റെ റെസിസ്റ്ററാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. റെസിസ്റ്റർ കണക്ട് ചെയ്തുകൊണ്ട് LEDയുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ നല്ല രീതിയിൽ പ്രകാശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. LEDയെ പോലെ റെസിസ്റ്ററുകൾക്ക് ഒരു പ്രത്യേക പൊളാരിറ്റി ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് നമുക്കത് തല തിരിച്ചും മറിച്ചും ഒക്കെ കണക്ട് ചെയ്യാവുന്നതാണ്. എങ്ങനെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ LEDയുടെ പോസിറ്റീവിലോ അല്ലെങ്കിൽ നെഗറ്റീവിലോ നമുക്ക് ഈ റെസിസ്റ്ററുകൾ കണക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് LEDയുടെ നെഗറ്റീവ് ഭാഗത്താണ്. ഇനി ഇത്തരം സീരീസ് രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ ഒരു LEDയുടെ കൂടെ മറ്റൊരു LED കൂടി ചേർക്കുമ്പോൾ അവയുടെ വ്യത്യസ്ത കാലുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ നിർമ്മിച്ചെടുത്ത ഈ ഒരു സർക്യൂട്ടിനെ ഇനി നമുക്ക് ഒരു ബാറ്ററി ക്ലിപ്പും അതുപോലെ സ്വിച്ചും ഉപയോഗിച്ച് ബാറ്ററിയുമായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കാമെന്ന് നോക്കാം. ബാറ്ററി ക്ലിപ്പിലെ ഈ ചുവപ്പ് വയർ പോസിറ്റീവായും കറുപ്പ് വയർ നെഗറ്റീവുമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പൊളാരിറ്റി മാറാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ LED പ്രകാശിക്കൂ. അതുപോലെ സ്വിച്ച് കണക്ട് ചെയ്യുന്നത്, സ്വിച്ചിനും പ്രത്യേകിച്ച് പൊളാരിറ്റി ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് സ്വിച്ചിൻ്റെ ഏത് പോയിന്റിലേക്കും തല തിരിച്ചും മറിച്ചും കണക്ട് ചെയ്യാവുന്നതാണ്. ഇത്തരം സീരീസ് സർക്യൂട്ട് നിർമ്മിച്ച് കഴിഞ്ഞാൽ ഒരു LEDയിലേക്ക് എത്ര വോൾട്ട് എത്തുന്നുണ്ട് നമുക്ക് മീറ്ററിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു LEDയിലേക്ക് എത്തുന്നത് വെറും 2 വോൾട്ട് മാത്രമാണ്. LED ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യാനുള്ള മറ്റൊരു രീതിയാണ് സമാന്തര രീതി. ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഒരു LEDയുടെ കൂടെ മറ്റൊരു LED സമാന്തരമായി വെച്ചുകൊണ്ട് കണക്ട് ചെയ്യുന്നതാണ് സമാന്തര രീതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ വ്യത്യസ്ത പൊളാരിറ്റികൾ തമ്മിൽ കണക്ട് ചെയ്യേണ്ടതില്ല, സെയിം പൊളാരിറ്റി തന്നെയാണ് ജോയിൻറ്റ് ചെയ്യുന്നത്. 9 വോൾട്ട് ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ ഉപയോഗിച്ച 470 ഓംസിൻ്റെ റെസിസ്റ്റർ തന്നെ ഇവിടെയും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇപ്പോൾ LEDയിലേക്ക് എത്ര വോൾട്ടേജ് ആണ് എത്തുന്നതെന്ന് അളന്ന് നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 1.99, ഏകദേശം 2 വോൾട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ആ LEDയിലേക്ക് എത്തുന്നത്. LEDകൾ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു LED മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അതൊരു 9 വോൾട്ട് ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാലും ഇതേപോലെ നമ്മൾ ഈ LED ഒരു റെസിസ്റ്റർ മുഖേന ബാറ്ററിയുമായിട്ട് പൊളാരിറ്റി നോക്കിക്കൊണ്ട് കണക്ട് ചെയ്താൽ മതി. LEDകൾ സീരീസ് ആയിട്ടും പാരലായിട്ടും കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.